ഇടത് ഗവൺമെന്റിന്റെ ജനദ്രോഹ ഭൂനിയമങ്ങൾക്കെതിരെ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് UDF. വിചാരണ സദസ്സിന്റെ ഉദ്ഘാടനം ഇടുക്കി നിയോജക മണ്ഡലത്തിലെ കട്ടപ്പനയിൽ നവംബർ 30 നടക്കുമെന്നും UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി, പ്രൊഫസർ MJ ജേക്കബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനദ്രോഹ ഭൂനയങ്ങൾക്കെതിരെ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ്സ് സംഘടിപ്പിക്കുവാൻ UDF ഇടുക്കി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഗുരുതരമായ വീഴ്ച കൊണ്ടാണ് CHR ഭൂമി വനഭൂമിയാണ് എന്ന് സുപ്രീം കോടതി ആ നിഗമനത്തിൽ എത്തിച്ചേർന്നു. വനംവകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ നൽകിയിരിക്കുന്ന മറുപടി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് CHR ഭൂമി പൂർണ്ണമായും വനഭൂമിയാണ് എന്നാണ്. ഈ 3 തീരുമാനങ്ങൾക്കും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. രണ്ടാമത്തെ പ്രതി ശ്രീ MM മണിയും മൂന്നാമത്തെ പ്രതി ശ്രീ റോഷി അഗസ്ത്യനുമാണ്. ഈ തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിയമങ്ങളും ഉത്തരവുകളും ഒക്കെ പുറപ്പെടുവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇടതുപക്ഷം സമരവും സദസ്സുമായി ഇറങ്ങിയിരിക്കുകയാണ്. ആരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരവും സദസ്സുകളും? അവരെ ഈ സമരം ചെയ്യുന്നതിന് പകരം തങ്ങളുടെ നേതാക്കളെ കൊണ്ട് ശരിയായ രീതിയിലുള്ള തീരുമാനമെടുപ്പിച്ച് മുമ്പോട്ട് പോകുന്നതിന് പകരം ആളുകളെ കളിപ്പിക്കുന്നതിന് വേണ്ടി സമരമുറകളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിവാരിയിടാനാണ്. കേസിന്റെ വാദം നടന്നപ്പോൾ രേഖകൾ ഹാജരാക്കാതെ വിധി പറയുന്നതിന് തലേദിവസം സത്യവാങ്മൂലം ഫയൽ ചെയ്തുവെന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലായിരുന്നു. CHR ഭൂമി റവന്യൂ ഭൂമിയാണ് തെളിയിക്കുന്ന നിലപാട് ഡിസംബർ 4 സുപ്രീം കോടതിയിൽ ആരംഭിക്കുന്ന വാദത്തിൽ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുകളുണ്ടാകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കെട്ടിട നിർമ്മാണ നിരോധനത്തിന്റെ പേരിൽ ജില്ലയോട് പുലർത്തുന്ന അനീതി ചിന്നക്കനാൽ, കുഞ്ചിത്തണ്ണി, കുമളി, ആനിയിറങ്കൽ എന്നീ വില്ലേജുകളിലെ സ്ഥലങ്ങളും മൂവാറ്റുപുഴ ജലസേചന പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത പ്രദേശവും റിസർവ് വനമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെന്റിന് ഒഴിവായി നിൽക്കാൻ കഴിയുമോ എന്നും UDF നേതാക്കൾ ചോദിച്ചു. UDF സംഘടിപ്പിക്കുന്ന വിചാരണ സദസ്സിന്റെ ഉദ്ഘാടനം ഇടുക്കി നിയോജക മണ്ഡലത്തിലെ കട്ടപ്പനയിൽ നവംബർ 30 നടക്കും. ഡിസംബർ 14 ദേവികുളം, 15 പീരിമേട്, 21 തൊടുപുഴ, 22 ഉടുമ്പൻചോല എന്നീ ക്രമത്തിൽ മറ്റു നിയോജക മണ്ഡലങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ UDF നേതാക്കളായ ശശി ചക്കുമൂട്ടിൽ, ജോയി കുടക്കച്ചുറ എന്നിവരും പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.